നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. നമ്മളൊന്ന് കടയിൽ പോവുകയാണെങ്കിൽ പോലും അത് ഉത്തരവാദിത്തോടും ആസ്വദിച്ചുകൊണ്ടും അതിനെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ വേണം പോകാനായിട്ട്. കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നാണ് പലപ്പോഴും പഠിക്കുക. കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, മാനസികമായും ശാരീരികമായും അവർ വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു ശ്രദ്ധ അവരുടെ അസസ്മെൻറ്റ്സിൽ ഉണ്ടാവണം. പീഡിയാട്രിക് അസസ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് അവരുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണൈസേഷൻ, ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്, ഈ വക കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പെട്ട ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് COP11E. പീഡിയാട്രിക് അസസ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റൽ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഏതെങ്കിലുമൊക്കെ ത്രാസി വെയിറ്റ് എടുക്കല്ലേ, അത് കാലിബ്രേറ്റ് ചെയ്ത, വാലിഡേറ്റ് ചെയ്ത, കൃത്യമാണെന്ന് ഉറപ്പുള്ള രീതിയിൽ വേണം ഇത് മോണിറ്റർ ചെയ്യാനായിട്ട്. കൃത്യമായ രീതിയിൽ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിൽ എവിടെയെങ്കിലും ഡെഫിഷ്യൻസി, പ്രോബ്ലം ഉണ്ട് എങ്കിൽ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിന് അത് ഉപകരിക്കും. നമുക്ക് ആ റെക്കോർഡ്സ് അവരുടെ കുറച്ച് കാലം അവരുടെ ഗ്രോത്ത് പ്ലാനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്താണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ പോകുന്നത്. ഓർക്കണേ, ഈ ഒരു പീഡിയാട്രിക് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലതും നിസ്സാരമെന്ന് കരുതി ഇഗ്നോർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. സോ COP11E pediatric assessment includes growth, developmental, immunization and nutritional assessment programs. COP11E.